അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് അരക്കപ്പ് നല്ല ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചൂട് വേണ്ട, കയ്യിൽ തൊടാവുന്ന അത്രയും ചൂടുള്ള പാലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ ബോൾ പോലെയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ്, അതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ എടുക്കുക. പാല് ഒരുപാടങ്ങ് തിളച്ച പാലാവരുത്, ഇളം ചൂടുള്ള പാല് എടുക്കാവൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ ഈസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി. ഈസ്റ്റ് എല്ലാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാറ്റി വെക്കരുത്. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ മാവ് അളന്നെടുക്കാം. ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പും മാവുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം ബട്ടർ എടുത്ത് വെച്ച് അതിന്റെ തണുപ്പ് നല്ലതുപോലെ മാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ ബട്ടർ മാവ് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ തിരുമ്മി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ ആണെന്നുണ്ടെങ്കിലും 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മാവും ബട്ടറുമായിട്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത് ഈ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ. നമ്മളിതുപോലെ മാവ് മുറുക്കി പിടിച്ച് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇരിക്കണം. നമ്മൾ പൊടിച്ചിടുന്ന സമയത്ത് നല്ലോണം പൊടിഞ്ഞു പോകും വേണം. അതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ. അപ്പം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബൗളിൽ നിന്ന് മാറ്റി കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിയും വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ എടുത്ത പാലിന്റെ മിക്സ് ഉണ്ടല്ലോ, കറക്റ്റ് പാകമായിരിക്കും. ചിലപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കുറഞ്ഞു പോകാൻ സാധ്യതയില്ല. വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. 5-6 മിനിറ്റ് എങ്കിലും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. മാവ് നല്ല ലൂസായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ. നല്ല സോഫ്റ്റ് ആക്കി ഒരു 5-6 മിനിറ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 3 മിനിറ്റ് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈൻ്റെ ഈ ഉള്ളം ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് മാവ് സോഫ്റ്റ് ആക്കി എടുക്കുക. ഒരു 3-4 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം മാവ് സോഫ്റ്റാക്കി കുഴച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും ഇത്. ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് കുഴച്ച് മാവ് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് മാവ് കുഴച്ചെടുക്കുക. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു ബൗളിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ഇനി കുഴച്ചെടുത്ത മാവ് ഈ ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു മൂടി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് കുറച്ച് സമയം എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഈ മാവ് ഡബിളായിട്ട് പൊങ്ങി കിട്ടും. ഇപ്പം മാവ് ഡബിളായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി മാവ് ബൗളിൽ നിന്ന് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. വീണ്ടും നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. മാവ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് എങ്കിലും ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ മാവ് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം.
ഇത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്ത മാവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരേ വലുപ്പത്തിൽ 5 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ മാവ് ഒരേ വലുപ്പത്തിലുള്ള 5 ഉരുളകളായിട്ട് ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ഒരു ഇഡലിത്തട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇഡലിത്തട്ടിന്റെ എല്ലാ കുഴികളിലും കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ബട്ടർ ഒന്ന് തടവിയതിന് ശേഷം നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഓരോ കുഴികളിലായിട്ട് വെച്ചു കൊടുക്കുക. ഉരുട്ടിയെടുത്ത് നല്ലൊരു ഷേപ്പ് ആക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ. നല്ലൊരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും വേണ്ട. ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പാലോ മുട്ടയോ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ മാവ് ഉരുട്ടി ഇഡലി തട്ടിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മാവ് കണ്ടില്ലേ ഡബിളായിട്ട് ഇതാ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു കടായി ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പാത്രം, അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ചൂടാക്കി എടുക്കുക. അപ്പൊ ഈ കടായിന്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റാൻഡും കൂടെ വെച്ചിട്ട് വേണം ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതിന്റെ പുറമൊക്കെ ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി കടായിൽ നിന്ന് ഇതങ്ങ് എടുത്ത് മാറ്റാം. ഇപ്പൊ നല്ല ചൂടാണ്. ആ ചൂടോട് കൂടി തന്നെ ഇതിന്റെ പുറത്ത് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും, നല്ല സോഫ്റ്റും ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ബണ്ണ് ചൂട് മാറാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ കുറച്ചും കൂടെ കളറൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അടിക്കൊന്നും പിടിക്കാതെ ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന മൈദ കൊണ്ട് തയ്യാറാക്കിയ അതുപോലെ തന്നെയാണ് ഈ ബണ്ണും ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ ബണ്ണ് വീട്ടിൽ തയ്യാറാക്കിയെന്ന്. അപ്പോൾ കടയിൽ വില കുറച്ച് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് വീട്ടിലിങ്ങനെ തയ്യാറാക്കിയത്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വീട്ടുകാർക്കും നമ്മുടെ കൈകൊണ്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ ബണ്ണ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ബണ്ണ് റെഡിയാക്കി നോക്കുക. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ ഉള്ളൊക്കെ നല്ലോണം വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു പ്രാവശ്യം ബണ്ണ് റെഡിയാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്